ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാനും അൺബോക്സിങ് അല്ലെങ്കിൽ ചെയ്ത് നോക്കാൻ പോകുന്ന ഒരു പേഴ്സാണ്. എന്താ വെച്ചാൽ നിങ്ങൾ കുറേ പേര് ഇപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡൊക്കെ കുറേ പേര് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുറേ പേര് ക്രെഡിറ്റ് കാർഡ് പേഴ്സും സംഭവങ്ങളൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ എൻ്റെ തന്നെ ഞാൻ ക്രെഡിറ്റ് കാർഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ പേഴ്സ് തന്നെ എത്ര പേരാണ് നമുക്ക് ഇതുകൊണ്ട് ചോദിക്കണമെന്ന് അറിയാം. അപ്പോൾ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് മാത്രമല്ലാണ്ട് നമുക്ക് ചെറിയ അത്യാവശ്യം ക്യാഷും സംഭവമൊക്കെ കൊണ്ട് നടക്കാവുന്ന ഒരു ചെറിയ പേഴ്സാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ബ്രാൻഡഡ് കേസാണ് കേട്ടോ. ഞാൻ റീസെൻ്റ്ലി തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പേഴ്സ് ഞാൻ മുമ്പ് ഷോർട്സും സംഭവമൊക്കെ ഇട്ടിരുന്നു ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അത് പക്ഷേ എല്ലാം ലോക്കൽ ബ്രാൻഡുകളാണ്. പക്ഷേ അതെനിക്ക് ലാസ്റ്റ് ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് 1 year ആയപ്പോൾ തന്നെ അത് കീറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രം കൊണ്ടെടുക്കാവുന്ന ഒരു പേഴ്സ്. അപ്പോൾ ഇതിൽ ഫുള്ളാണ് കണ്ടു. അപ്പോൾ ഇത് ഞാൻ നോർമലി കൊണ്ടു നടക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പേഴ്സ് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പൂമയുടെ പേഴ്സാണ്. ആമസോൺ ത്രൂ തന്നെ ഓർഡർ ചെയ്തതിന് ഓൾമോസ്റ്റ് MRP വരുന്നത് 2000 രൂപയാണ്. നമുക്ക് ആക്ച്വലി ഓഫറിൽ ഒരു 1000 രൂപ 1200 രൂപ സംതിങ് കിട്ടിയിട്ടുണ്ട്. അതിനായിട്ടും ഇടയ്ക്ക് കുറയാറുണ്ട്, ഇടയ്ക്ക് കൂടാറുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ അത് ഒറിജിനലാണോ നോക്കി വാങ്ങിക്കണ്ട. ഞാൻ ആക്ച്വലി ആദ്യം ഫസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത്. അത് ഉഡായിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിരുന്നു. തിരിച്ചയച്ചു. അമ്മമാർ അതിന് എക്സ്ട്രാ ഒരു 50 രൂപ റിട്ടേൺ ഫീ എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം പിടിക്കും ചെയ്തു. അത് വേറെ കാര്യം. ഞാൻ ഫ്ലിപ്കാർട്ട് അപ്പം തന്നെ അന്വേഷിച്ചോളൂ. ഇത് ഞാൻ ആ സാധനം പണ്ടാരം ഉപയോഗിക്കില്ല കേട്ടോ. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഉഡായിപ്പിൻ്റെ ആൾക്കാരാണ് കൊണ്ടത്. ഫ്ലിപ്കാർട്ട് നല്ല പേര് വരുന്നത്, ഫ്രോഡ് കാർട്ട് എന്നൊക്കെ പേര് വരുന്നത്. അപ്പോൾ ഇതാണ് ഒറിജിനൽ. ശരിക്കും നമുക്ക് നോക്കാൻ പറ്റും. ഞാൻ ആക്ച്വലി വെരിഫൈ ചെയ്തത് ഇത് ഒറിജിനൽ പൂമ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളൊരു പേഴ്സ് കാണാനുണ്ട്. ചെറിയ ഒരു ലെതർ പേഴ്സാണ് കണ്ടോ. ഒറിജിനൽ പൂമയുടെ പേഴ്സാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ആണ്. ശരിക്കും നമുക്ക് കണ്ടറിയാം ഒറിജിനൽ ആണോ പ്രൊഡക്റ്റ് കണ്ടറിയാം. ഇതാണ് സംഭവം കണ്ടോ. പൂമയുടെ ലെതർ കേസാണ്. പൂമയുടെ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലെതർ ഇവിടെ നമുക്കൊരു മാഗ്നറ്റിക് ഉണ്ട് കണ്ടോ മാഗ്നറ്റിക് ഉണ്ട്. ഇത് നമുക്ക് 6 കാർഡ് വെക്കാം. കണ്ടു ഇവിടെ 6 കാർഡ് വെക്കാം. പൂമയുടെ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അത്യാവശ്യം ക്യാഷും സംഭവം ഇവിടെ വെക്കാം. ഇതിപ്പോൾ അവരുടെ ലോഗോ സംഭവമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒറിജിനൽ ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഇങ്ങനത്തെ ഒറിജിനൽ സാധനമൊക്കെ കാണാൻ പറ്റും. അതാണ് നമുക്ക് ഒരു വെരിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും ബ്രാൻഡ് കണ്ടെന്നെ അറിയാം. പിന്നെ നമുക്കൊരു പുറത്തും ഇവിടെ ഒരു കാർഡ് വെക്കാനുള്ള അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വെക്കാനുള്ള സംഭവമുണ്ട്. ഇതിൽ ആകെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ചില്ലറ കോയിൻസ് ഒന്നും വെക്കാനുള്ള സംഭവമൊന്നുമില്ല. അത് മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുള്ളൂ. പക്ഷേ എത്ര ചെറിയ സാധനമല്ലേ. നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സ് ബാക്കിൽ വെച്ച് നടക്കുന്നത്, ബാക്കിൽ വെച്ച് ഇരിക്കുന്നത് ഭയങ്കര മോശമാണ്. നമ്മുടെ ബാക്ക് ബോണിന് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഹിപ്പിൻ്റെ എല്ലിൻ്റെ പോസ്ചർ മാറും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പെയിൻ സംഭവമൊക്കെ വരും. അപ്പോൾ ഏറ്റവും ചെറിയ പേഴ്സ് ആണെങ്കിൽ അത്രയും ഒരു ചെറിയ ഡിഫറൻസ് വരുള്ളൂ. നോർമലി വെക്കാൻ പാടില്ല പറയാനും. പക്ഷേ ഇങ്ങനെ ചെറിയ പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പോക്കറ്റിലൊക്കെ സുഖമായിട്ട് വെക്കാമല്ലോ. അപ്പോൾ അതാണ് ഒരു പ്ലസ് പോയിന്റ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഒരു ചെറിയ സാധനം തന്നെ വാങ്ങിക്കാൻ കാരണം. അപ്പോൾ എനിക്ക് പേഴ്സ് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതിന് വീഡിയോ എടുക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. കണ്ടറിയാം ഒറിജിനലാണെന്ന്. മറ്റു വന്നിരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. അതിലിടാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഫുള്ള് ഇത് തന്നെയാണല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഒക്കെ നിറച്ച് തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ. അപ്പോൾ പിന്നെ ഞാനത് അത്രയും വേണ്ടി ഇട്ടില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു വെറൈറ്റി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടില്ല. ചിലപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇടും ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ പേഴ്സിൻ്റെ വാങ്ങിക്കാനുള്ള നമ്മുടെ ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാട്ടെ. പൂമയുടെ കുറേ പേഴ്സുകളുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക കോട്ടൺ ടൈപ്പായിട്ട് നമുക്ക് 3-fold ആയിട്ടുള്ള പേഴ്സുകൾ വേറെ ടൈപ്പ് ഉണ്ട്. നോർമൽ ടൈപ്പ് ഉണ്ടല്ലോ സൈസുള്ള, അതങ്ങനത്തെ പേഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് വാങ്ങിക്കാട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. അടുത്തിലാണ്. ബൈ.